ഹലോ ഫ്രണ്ട്സ്, പി എസ് സിക്ക് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു വർഷവും ഡേറ്റും തന്നിട്ട് അത് ഏത് ദിവസമായിരുന്നെന്ന്. ഫോർ എക്സാമ്പിൾ 1948 ജനുവരി 30 ഏത് ദിവസമായിരുന്നു, ഏത് ദിവസമാണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യും? ഇതിന് നമുക്ക് കുറച്ച് കോഡുകൾ യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് മന്തിനൊക്കെ ഒരു കോഡ് ഉണ്ടാക്കാം. നമുക്കറിയാം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ. ഇതിന് ജനുവരിക്ക് നമുക്ക് 0 എന്ന നമ്പർ കോഡ് കൊടുക്കാം. ഇതിന് 3, 3, 6, 1, 4, 6, 2, 5, 0, 3, 5. ഈ കോഡ് കണ്ട് പേടിക്കേണ്ടത് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാലും മതി. 033 614, ഇവിടെ 614 ആണെങ്കിൽ ഇത് 625, ഈ 1 2 ആയി 4 5 ആയി ഓർത്താൽ മതി. ഇവിടെ 035, ഇവിടുത്തെ 033 എന്ന് മാറി 035 എന്നായി. ഈ ഒരു കോഡ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇയറിനും നമുക്കൊരു കോഡ് പഠിക്കണം. ഇയറിൻ്റെ കോഡ് എന്താണ്? അപ്പോൾ നമുക്കറിയാം 1600, 1700, 1800, 1900, 2000 ഇത്രയും വർഷങ്ങളൊക്കെയാണല്ലോ നമുക്ക് പൊതുവായി ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 6 എന്ന കോഡ് ഈ വർഷത്തിന് കൊടുക്കാം. 1700 വെച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 4 എന്ന കോഡ് യൂസ് ചെയ്യാം. 1800 ആണെങ്കിൽ 2, 1900 ആണെങ്കിൽ 0, 2000 ആണെങ്കിൽ വീണ്ടും 6. അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പമാണ്. 6420 പിന്നെ ഒരു 6. ഓക്കെ, അപ്പോൾ ആ കോഡ് ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഡേയ്സിനൊരു കോഡ് കൊടുക്കാം. ഡേയ്സിനാണ് കേട്ടോ, ഡേറ്റിനല്ല, ഡേയ്സിന്. ഡേയ്സിൻ്റെ കോഡ് നമുക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സൺഡേക്ക് 0, മൺഡേ 1, ട്യൂസ്ഡേ 2, വെനസ്ഡേ 3, തേഴ്സ്ഡേ 4, ഫ്രൈഡേ 5, സാറ്റർഡേ 6. ഇങ്ങനെ നമുക്ക് ഡേയ്സിനും നമ്മൾ കോഡ് കൊടുത്തു. അപ്പോൾ ഇത്രയും കോഡുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെ ഏത് ദിവസമാണെന്ന് ചോദിക്കുന്ന ഏത് പ്രോബ്ലം വന്നാലും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു വർഷവും മാസവും പിന്നെ ഡേറ്റും തന്നിട്ട് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഇത് വെച്ച് നമുക്ക് ഇത്രയും കൂടെ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് പ്ലസ് ഡേറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമ്മുടെ മന്തിൻ്റെ കോഡ്. മന്തിൻ്റെ ഡേറ്റ് അങ്ങനെ തന്നെ എഴുതുക, ഡേറ്റിന് കോഡൊന്നുമില്ല. മന്തിന് നമുക്ക് കോഡുണ്ട്. അപ്പോൾ മന്ത് കോഡ് പ്ലസ് ഇയർ കോഡ്, ഇയറിൻ്റെ കോഡ് പ്ലസ് ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് പ്ലസ് ഈ ഇയറിൻ്റെ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഉണ്ടല്ലോ, ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പർ. ഇത്രയും പ്ലസ് ചെയ്യാം. ഇത്രയും പ്ലസ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഡേറ്റിന് ഇവിടെ നമ്മൾ എന്താണ് 30 നമ്മുടെ ഡേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ 30 കൊടുത്തു. ഇനി മന്ത് കോഡ് എത്രയാണ്? ജനുവരി. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ഇയർ ഒരു പ്രത്യേകതയുള്ള ഇയറാണ്. ഇതൊരു ലീപ്പ് ഇയർ ആണ് അല്ലേ. ഇതൊരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ ഈ ഫസ്റ്റ് വരുന്ന ഈ 2 കോഡിനൊരു പ്രത്യേകതയുണ്ട്. ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരിക്ക് 6ഉം ഫെബ്രുവരിക്ക് 2ഉം കൊടുക്കണം. ഓക്കെ, ലീപ്പ് ഇയർ ആണെങ്കിൽ മാത്രം. ലീപ്പ് ഇയർ അല്ലെങ്കിൽ 0ഉം 3 തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരിക്ക് 6ഉം ഫെബ്രുവരിക്ക് 2ഉം കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ലീപ്പ് ഇയർ എല്ലാവർക്കും അറിയാമല്ലോ. ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടണം. അതായത് കംപ്ലീറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ലീപ്പ് ഇയർ ആണ്. കാരണം 4 കൊണ്ട് ഈ നമ്പറിനെ ഈ ഇയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടുത്തെ ലീപ്പ് ഇയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മന്തിൻ്റെ കോഡ് കൊടുക്കുമ്പോൾ ഇവിടെ 0 അല്ല കൊടുക്കേണ്ടത്, ജനുവരിക്ക് 6 ആണ് എടുക്കേണ്ടത്. ഓക്കെ, 6 എടുക്കുക. ഇനി പ്ലസ് ഇയർ കോഡ് നോക്കാം. ഇയർ നമ്മുടെ 1900 അല്ല വരുന്നത്. അപ്പോൾ 1900-ൻ്റെ കോഡ് നമ്മുടെ 0 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഞാൻ 0 എന്ന് കൊടുത്തു. ഇനി പ്ലസ് അടുത്തത് നമ്മുടെ ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാണ്? 48. അതിവിടെ പ്ലസ് ചെയ്യാം. പ്ലസ് അടുത്തത് 48 ഈ ലാസ്റ്റ് 2 ഡിജിറ്റിനെ ബൈ 4 ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 48/4 എത്രയാണ്? 12 ആണല്ലേ. അപ്പോൾ ഇത് 12 എന്ന് കൊടുത്തിട്ട് നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്തിട്ട് എത്ര കിട്ടും നോക്കാം.
അതായത് 30 പ്ലസ് 6 പ്ലസ് 0 പ്ലസ് 48 പ്ലസ് ഈ 12, കാരണം 48 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 12 കിട്ടും. അപ്പോൾ 30 പ്ലസ് 6ഉം 48ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 96 എന്ന് വരും അല്ലേ? അപ്പോൾ 96 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ ബൈ 7 ചെയ്യണം. അപ്പോൾ നമുക്ക് 96നെ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം 96 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ 1726. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 ടൈംസ് അല്ലേ ഇപ്പോൾ ഉള്ളൂ. എത്രയാണ്? 21 എന്ന് വരും. റിമൈൻഡർ എത്ര വരും? 5 എന്ന് വരും അല്ലേ? അപ്പോൾ റിമൈൻഡറാണ് നമുക്കിവിടെ വേണ്ടത്. റിമൈൻഡർ എത്ര കിട്ടുമെന്ന് നോക്കാം. അതെത്രയാണ്? 5. അതാണ് നമ്മുടെ ഡേയുടെ കോഡ്. ഓക്കെ, ഡേ. അപ്പോൾ ഏത് ഡേ ആണ്? റിമൈൻഡർ 5 ആണല്ലേ? അപ്പോൾ 5 എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ. 5 ഏതിൻ്റെ കോഡാണ്? ഫ്രൈഡേ. സോ ഫ്രൈഡേ. അപ്പോൾ നമ്മുടെ ഡേ ഏതാണ്? ഫ്രൈഡേ ആണ്. ഇത് എളുപ്പമാണ്. നിങ്ങൾ ഈ കോഡൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കോഡ് പഠിക്കണമല്ലോ എന്ന് വെച്ച് വിഷമിക്കേണ്ട. കാരണം നമുക്കിത് ഏത് ഇയറും മാസവും ഡേറ്റും തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡേ കണ്ടുപിടിക്കാം. ഈ ഒരു ഇത് നമ്മൾ കുറേ വട്ടം ചെയ്ത് ഒരു 5-6 പ്രോബ്ലംസ് ഒക്കെ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഈസി ആയിട്ട് ഡേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 1948 ജനുവരി 30 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഓക്കെ, ഫ്രൈഡേ ആണ്. ഇത് ഗാന്ധിജി മരിച്ച വർഷവും ഡേറ്റും ഒക്കെയാണ്. അപ്പോൾ അതൊരു ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങളിവിടെ കണ്ടാൽ ഈ ഒരു കോഡ് ഇട്ടിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത്